മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ പൈതലമ്മതന്മാരിലായി ചേർന്നുറങ്ങുന്ന ശാന്തത, പൈതലമ്മതന്മാരിലായി ചേർന്നുറങ്ങുന്ന ശാന്തത എൻ്റെ ആത്മാവിനേകുവാൻ ദൂതനുണ്ടെൻ്റെ ചാരത്ത്. എൻ്റെ ആത്മാവിനേകുവാൻ ദൂതനുണ്ടെൻ്റെ ചാരത്ത്. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ
സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. ഊഴിയായ ദേഹവും മായയാർന്ന ലോകവും വേർപിരിഞ്ഞു പോയിടുന്നു നിത്യമന്ദിരത്തിൽ ഞാൻ. അല്ലൽ തെല്ലുമേശിടാത്ത ക്ലേശമേതുമേറ്റിടാത്ത ശാന്തി ഭൂമി പൂകിടാൻ പോയിടുന്നു ഞാൻ മുതാ. വിശുദ്ധരൊത്തു വാഴുവാൻ ഈശനെ പുകഴ്ത്തുവാൻ ദൈവദൂതരൊത്തു നിത്യ ത്രിത്വഗീതി പാടുവാൻ. ധന്യമായി ജീവിതം പോൽ കാമ്യമായതൊന്നുമേ ഇല്ല മന്നിലെന്നു നിങ്ങൾ എന്നുമേ സ്മരിക്കണേ. ശക്തിയോ പ്രതാപമോ വിദ്യയോ സമൃദ്ധിയോ നൽകിയില്ല തെല്ലുമേ ശാന്തിയന്ത്യവേളയിൽ.
നയിക്കുവിൻ. തമ്പുരാന്റെ മുൻപിൽ ഞാൻ ഇമ്പമാർന്നു നിങ്ങളെ ഓർത്തിടാം സദാപി. നിങ്ങൾ എന്നെയും സ്മരിക്കണേ. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ. എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. മാത്രം എൻ്റെ യാത്ര തീരുവാൻ ആകെയാര നാഴിക മാത്രം ഈയുടുപ്പു മാറ്റുവാൻ. രാപ്പകൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ വസിക്കുന്നു. രാപ്പകലാ ദൈവനാമം പാടി പാടി വാഴ്ത്തുന്നു. സുഖം ഇപ്പോഴല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാൺകയത്രേ വാഞ്ചിതം. ഭാരങ്ങൾ കൂടുന്നതിനൊന്നും ചെയ്ത നന്മകൾ കൂടെ പോരുന്ന കൂട്ടുകാർ. മുന്നമേ തൻ വൻകൃപയാ സ്വർഗദർശനം. താരദീപമേന്തി ദൂതർ എന്നെ കാത്തു നിൽക്കുന്നു. സ്വർഗരാജ്യം ഹാമനോജ്ഞം സ്വപ്നത്തേക്കാൾ സുന്ദരം.
സുന്ദരം ഭൂവിലെല്ലാം നിഴലു മാത്രം പൂർണ്ണത സ്വർഗത്തിൽ മാത്രം. നിത്യമായോ വാസസ്ഥലം എനിക്കുണ്ട് സ്വർഗത്തിൽ. ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപറുദീസായിൽ. ശുദ്ധന്മാർക്കങ്ങു നൽകിയിടുന്നതാം ശ്രേഷ്ഠമാമവകാശത്തിൽ പങ്കു തന്ന ദൈവത്തിനു നിത്യം സ്തോത്രം പാടും ഞാൻ. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ. ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ. നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. അല്പകാലമീ യാത്രക്കാർ നമ്മൾ പാരിൻ വീഥിയിൽ ഒന്നിച്ചു. തമ്മിൽ തമ്മിൽ നാം സ്നേഹിച്ചു. സുഖദുഃഖമേതുമേ പങ്കിട്ടു. എപ്പോൾ ദൈവം വിളിച്ചാലും അങ്ങ് പോകയെന്നതല്ലേ ചിതം. ഉണർവോ നിദ്രയോ ജോലിയെന്നല്ല, എപ്പോഴായാലും പോകണം. ഏതൊരാപത്തു വന്നാലും ഓടിയെത്തുന്ന പ്രിയ സ്നേഹിതരേ. ഏതൊരാപത്തു വന്നാലും ഓടിയെത്തുന്ന
പ്രിയ സ്നേഹിതരേ, ഒറ്റപ്പെട്ടൊരു നേരത്തും വിട്ടു പോകാതെ കൂടെ നിന്നവരേ, ഒറ്റപ്പെട്ടൊരു നേരത്തും വിട്ടു പോകാതെ കൂടെ നിന്നവരേ, വീട്ടുവാനെനിക്കാകുമോ ആത്മഭാവമാം കടപ്പാടുകൾ? നിങ്ങളെൻ ശവമഞ്ചം പേറുക, എന്നെ ദൈവത്തിനേകുക. എൻ്റെ ജീവന്റെ ജീവനാകുന്ന മക്കളെ പോയിടട്ടെ ഞാൻ, എൻ്റെ പ്രാണന്റെ ഭാഗമായി തീർന്ന എൻ സഖിക്കുമെൻ വന്ദനം. വിടരും മുൻപങ്ങ് വാടും പൂമൊട്ട് പോലവേ ഞാനും പോകുന്നു. യൗവനത്തിൽ ഞാൻ പോകുന്നതോർത്തു നൊന്തു നീറേണ്ടൻ പ്രിയരേ, സ്വർഗസിയോനിൽ ഞാനിനിയൊരു സുന്ദര സൂനമാകട്ടെ. സ്വർഗതാതന്റെ നീതിഭൂവിലെ വാസകാലം അഗ്രാഹ്യമാ. പ്രായമേറിയ കാലത്ത് വീട്ടിൽ സ്ഥാനമില്ലാതായി തീർന്നപ്പോൾ, പ്രായമേറിയ കാലത്ത് വീട്ടിൽ സ്ഥാനമില്ലാതായി തീർന്നപ്പോൾ, പൊന്നുമക്കളെ നിങ്ങൾക്കായി ഞാൻ നൊന്ത കാലമങ്ങോർമിച്ചു. പൊന്നുമക്കളെ നിങ്ങൾക്കായി ഞാൻ നൊന്ത കാലമങ്ങോർമിച്ചു. മക്കൾ പോലും മറന്നല്ലോ എന്ന് ഓർത്തു കണ്ണു തുളുമ്പിപ്പോ. സാരമില്ലെൻ്റെ മക്കളെ, നിങ്ങൾ ഒന്നും ഓർത്തിനി കേളേണ്ട. ജ്ഞാനമേകി വളർത്തിയ ഗുരു ഭൂതരെ വിട ചൊല്ലുന്നു. നല്ല മാതൃകയാലെ നൽകിയ ബോധനം മറക്കില്ല ഞാൻ. എൻ്റെ ഭാഗത്തുനിന്നെപ്പോഴെങ്കിലും നിമ്മ വന്നെങ്കിൽ പൊറുക്കണേ. പൂക്കളേന്തിയൻ അന്ത്യയാത്രയിൽ നിങ്ങളും വന്നു കൂടണേ. വിടച്ചൊല്ലുന്നെൻ്റെ വീടിനോടുമെൻ നല്ലൊരാമയൽക്കാരോടും, എന്നെ നന്നായറിഞ്ഞു സ്നേഹിച്ച എല്ലാവർക്കുമെൻ വന്ദനം. എന്നെയോർത്തിനി കേഴല്ലേ മേലിൽ താണുമങ്ങല്ലേ പ്രത്യാശ. ഓർത്തുകൊള്ളുക നിങ്ങളും നാളെ കൂടെ പോരേണ്ടോരാണെന്ന്
ജീവനുമാം നാഥൻ എന്നെ തേടി വരുന്നിതാ. രക്ഷിക്കപ്പെട്ടോർക്കുള്ള പൊന്മൂടി കർത്തൻ നീട്ടുന്നേർക്കായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ചന്ദ്രനെ കാണാൻ നിൻ കൺമറന്നുവോ? ഒരു തൂവൽ ചില്ല കൊണ്ടു ഞാൻ എഴുതി നിൻ ഭാഗ്യജാതകം. ഒരു വാക്കിൻ പൂർണ്ണചന്ദ്രനെ കാണാൻ നിൻ കൺമറന്നുവോ? ഒരു മനസ്സിലെ മർമ്മരം തരാം തിരികെ നീ പോരുമോ? ഒരു മനസ്സിലെ ഇനിയൊരു ജലഭീതിയായി വരാൻ ഈ ജന്മം മാത്രമോ? ഇനിയൊരു ജലഭീതിയായി വരാൻ ഈ ജന്മം മാത്രമോ? ഒരു യാത്ര മൊഴിയോടെ
മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനീ, എന്തിനു കരയുന്നു? വ്യാകുലമാനസനായി എന്തിനു നീറുന്നു? തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലർത്തുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. കർത്താവേ, നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന്റെ പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ ത്രിത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവെ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവെ, എന്നോട് കരുണ തോന്നണമേ, എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവെ, എന്നെ സുഖപ്പെടുത്തണമേ, എന്തുകൊണ്ടെന്നാൽ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു. എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവെ, നീ എത്രത്തോളം വൈകും? നീ എന്നെ തൃക്കൺ പാർത്ത് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവെ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവെ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്നിൽ നിന്നു ഞാൻ എവിടെ പോകും? എവിടെയൊളിക്കും കർത്താവേ? നിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ. ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയും ഓനേ. പാതാളത്തിലും അവിടന്നല്ലോ വാഴും നിവിടെയൊളിക്കും ഞങ്ങൾ.
പൂർണ്ണമായി നീ അറിയുന്നു, പാപം വലുതാണതുപോലെ കൃപയും വലുതെന്നറിവൂ ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കായിൽ നരകണമാകെ നശിക്കും നൂനം. നാഥ നിന്നുടെ മാംസദിനങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയല്ലേ. എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ നീ കൈകൾ വെച്ചു, ആദിയിലലിവൊടു ജന്മം നൽകി. മർത്യനു നിന്നുടെ രൂപവുമേകി, പാപം ചെയ്തു നിനക്കെതിരായി. കോപം പൂണ്ടു നശിപ്പിക്കല്ലേ. നാഥ നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. മഹിമയിൽ നിന്നു രാജകുമാരി ബലിപീഠത്തിൽ കൂടുതമൈക്കും. പ്രാവുകണക്കെ തിരുസഭ നിൽപ്പൂ, കൂടുതകർത്താക്കളെയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു. കർത്താവേ നിന്റെ നിലത്താൽ നേടിയ സഭയെ കൈവെടിയല്ലേ. കടലിൽ യാത്ര ചെയ്യുന്നവർ, ആഴികടക്കും വർത്തകരെ പോൽ ഊഴിയിലെങ്ങനെ നീങ്ങുന്നു നാം. കരയെത്തുമ്പോൾ ധനമില്ലാത്തോ, കരയും മറ്റവർ ആനന്ദിക്കും. ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുതേ. അന്തിമ ദിവസം മർത്യഗണത്തിൻ ചെയ്തികൾ തൂക്കിയളക്കും നേരം, ത്രിത്വത്തിങ്കൽ ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം ആനന്ദത്തിൻ പറുദീസായ നൽകണമേ സ്ഥിരമക്ഷയ ജീവൻ. കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു, വേദന തിങ്ങിയ ജീവിതയാ.
കടലിലും കണ്ടു, വചനമായി തിരയിലും കണ്ടു, നാനാ നിന്നെ ഞാൻ കണ്ടു. കൂരിരുൾനോവിലും നിഴലുമെൻ വഴിയിലും നാനാ നിന്നെ ഞാൻ കണ്ടു. യേശുനാഥാ നിന്നെ കണ്ടു. വിരികളിലും കണ്ടു, ഇനിയിലും കണ്ടു. എന്നിലെ ശ്വാസമായി നീ നിറഞ്ഞു, എന്നാത്മാവിൻ നാളമായി നീ തെളിഞ്ഞു. നിന്നെ കണ്ടു. മഴയിലും വെയിലിലും കണ്ടു, ഇരവിലും പകലിലും കണ്ടു, നാനാ നിന്നെ ഞാൻ കണ്ടു. മുറിവിലും അറിവിലും കണ്ടു, എൻ പാപത്തിൻ ഭാരം നീ പേറി നിന്നു. ഇളം കാറ്റിലും പൂങ്കുയിൽ ഗാനത്തിലും യേശുനാഥാ നിന്നെ കണ്ടു. ഉയിരിലും ഉണർവിലും കണ്ടു, ഉലകിലും പൊരുളിലും കണ്ടു, നാനാ നിന്നെ ഞാൻ കണ്ടു. Today, with heavy hearts, filled with sorrow, we are saying a final goodbye to a humble man, full of love, strength, and encouragement to us, Mr. Jose Kandarappalliil, fondly known to us as Kandarappalliil Papa, to the entire San Jose community. As the Hebrew proverb reminds us, say not in grief, he is no more, but in thankfulness that he was. The memories of Papa are still very much fresh in our minds, especially for those who were very dear and near to him. Representing Papa's daughter, Suja, and his son-in-laws, Jackson's family, may I invite Jackson's elder brother, Johnson Kandarappalliil, to share his memories.
Papa's only granddaughter-in-law, Sandhya, definitely would have a lot of good memories, especially about his love for his great-grandchildren. I invite Sandhya to join. Hi everyone. I'm Papa's granddaughter-in-law. I'm married to Papa's first grandson, Joven. My familiarity with Papa goes back to the 90s, since I used to accompany my Appajan and Papa to go to our neighborhood park often. But my closer relationship with Papa started about 6 years ago when I was dating Joven. Before I officially met Papa as Joven's girlfriend, Papa had actually mentioned my name to Joven as a possible match before he even knew about our relationship. I instantly became a fan of Papa right then, knowing he would be rooting for us all the way. Soon after that, Papa and I were officially introduced to each other and instantly hit it off. I got my second chance at having an Appajan. The unconditional love of a grandfather is one of the luxuries I was reintroduced to and never wanted to go away. Whenever the family was together, Papa seemed to gravitate towards the grandkids. Every conversation I've had with Papa always included his grandkids. He always was so proud of each one for their special talents. Whether it was Rennie's singing or Eva's dancing, he always looked at them in amazement. He loved to joke and poke fun at us, but was also his grandkids' biggest supporter. Something that our family knows about Papa is that he is always dressed to the nine. He was always interested in the newest trending watch or sunglasses and was very particular about those items. If I had a pair of no-name sunglasses on, he would make fun of me, pointing to his glasses saying, "Idupolte nalla brand okke venam. Idu nalla best sadhana. Idu Ray-Ban ariyo?" And then proceed to tell me, "Ee kannadi okke thoora kala." Soon after, Joven and I were married, and I was officially a part of Papa's clan. And soon after that, Joven and I were pregnant with our first child, Jace. Papa, Mama, and Kunyago's family were the very first visitors for Jace, arriving an hour after we first got home. The excitement on Papa's face was indescribable. When you think of great-grandparents, in general, they are usually older, frail, and gentle, and most times too tired to play with their grandchildren. But Papa was different. Papa was obsessed with both our boys and was always so interested in what they had to say or do. He genuinely enjoyed their little conversations. If you watch a video of Jace or Jake with Papa in it, Papa's eyes are always on the kids, with a running commentary in the background of what they are doing. Usually to Mama, "Aniyame, avan pandu tattiyadu kando, avan neenthunnathu kando." I'm grateful that Jace and Jake were able to experience Papa's love and affection. How many kids are lucky enough to say their great-grandparents babysat them nowadays, or crawled around and played Anna with them? The morning of Papa's passing, I was off for the day. Joven and I decided to go on a hike in Parissima. Even when we were there, Papa's name came up a few times as they had visited the same spot a few years back. That day over lunch, Papa's name came up in conversation again. We joked about Papa's fruit-picking adventures around his neighborhood and laughed about how silly he can be sometimes. I look back on this moment as a sign from above that brought us to remember him so fondly. I could never say Papa's children, grandchildren, or great-grandchildren didn't cherish him enough. He wrapped you in his love, and it was impossible not to know it was something special. Everyone loved him dearly, and him the same. When I found out about Papa's passing, the first thing that went through my mind was that I wouldn't be able to see that smiling face again, and see his face light up when he talked about his family or played with the kids. The last couple of days I've learned that it wasn't just his family, but the whole community that felt his huge loss. It takes truly a special person to light up a room, and in this case, a whole community. I'm sure Papa's absence is deeply felt by the whole community,
his dearest family, and especially by those who lived with Papa day in and day out. We wrap them in our love today and moving forward, especially Papa's beloved Anyama. We'll miss you so much, Papa. Thank you for loving me like your own. I only had you for 6 years, but you've given me enough love and affection to last a lifetime. Love you, Papa. Papa spent his better part of his life with his youngest son, Anil, and his wife, Pri. Obviously, Anil's 3 children were with Papa every day and were very close to him. They were, in fact, his frontline medical team at home. As Papa would call them, Valley doctor, coach doctor, and chief nurse, to share her fond memories of her dear grandpa. Here is his chief nurse, Eva. My name is Kandarappalliil. I'm the youngest granddaughter of Papa. Papa was the kindest, most loving, and caring person I knew. Every time I started to practice my dance, Papa would come, slap me again, to see me dance. My favorite was the one Papa would always laugh at them. I remember after each of my dance performances, Papa would be the first to come and tell me how wonderful my dance was. He was always my number one supporter. Every Christmas and for each of our birthdays, Papa would give his grandchildren and great-grandchildren each $100. The one thing Papa does have is hair, but one thing Papa does have is a big heart. Papa would always make us laugh and smile when we're upset. I will truly miss you, Papa, especially during our family dinners and prayer. Love you. Papa, coach doctor, Unniguru. Hello everyone, my name is Kandarappalliil and I am Papa's youngest grandson and his only cousin. Papa was an amazing person. He always had a smile on his face that made anyone's day better. He never failed to make me laugh and was one of the funniest people I've ever known. Papa always put others first and then he took care of himself. I'll never forget all the times when Papa made my siblings and I the best naringavalum and bought us food when our parents were working. Papa did everything Grandpa should do, but better. He was more caring, forgiving, supporting, and optimistic. He constantly showered me with love and affection, and it made me feel grateful for having such a great grandfather. Papa had a positive attitude that made anyone who felt upset feel better. Whenever Papa would come back from India, he would always bring back my favorite food, laddu. And when I was a kid, Papa used to take me on walks and we would cook mulberries in the machine near our house. When both my parents were working, Papa used to always walk me to my soccer practices. Thanks to him, I never missed a single practice. It was a pretty long walk, so he'd tell me stories and jokes on the way there. When I was little, Papa and I would sing a song when we were taking the trash out, so I'd enjoy doing it. Papa, I will miss spending time with you and miss you telling me the funniest jokes and making me laugh. I love you, Papa, and I would like to thank you for being such an amazing grandfather. And now, the most serious and responsible, Valley Dr. Christoph. Good morning, everyone. My name is Kandarappalliil, and I'm also one of Papa's grandsons. It's Vedakaya. I'd like to start by once again thanking everyone that is joining us online from all over the world.
It means so much to my family and I, especially during the current situation we're in. I know that right now, Papa is overjoyed with seeing so many of his friends and family joining us today to celebrate his life. I know for a fact that Papa had some sort of positive effect on everyone here, whether it be finding a way to make you laugh or simply just talking to you. He was the type of person that everyone loved to be around. Papa was easily the best dressed grandpa I know. He loved his rings, his glasses, his watches, and his colognes. But he never just bought all this for himself. Papa always remembered to buy extra to take back to India and give to his friends and people who wouldn't be able to get it on their own. In fact, Papa gave me the one pair of Ray-Bans I own to this day. He always put the good of others before his own. Personally, Papa had a huge impact on my life. He and Mama were already living with my parents by the time I was born, so I've always shared the same roof as him. As far as I can remember, he's always been there. He was always either watching Malayalam TV, drinking a cup of chaya, or looking for a new way to make me and Eva laugh. As a kid, whenever I got in trouble and my dad tried to argue me, I knew that if I ran and hid behind Papa, he'd keep me safe. Papa would then get mad at my dad for getting mad at me in the first place, even if I deserved it. In a way, he was my protector. Papa loved each of his grandkids more than anything else. He was our #1 supporter and would cheer us on in whatever we did with a smile. Lastly, Papa hated it when anyone worried about him. He always brushed it off, saying that he was fine and there was nothing to worry about. I've been told that Papa had one of the most peaceful and painless deaths possible. He didn't even give us a chance to worry about him. Even in death, he was thinking about us. If I could change one thing, however, it would be that I got a chance to say goodbye and to thank him and tell him I love him. So Papa, wherever you are right now, I just want you to know I love you so much. And I just wanted to say thank you for being my Papa for the past 6 years. Thank you. Losing a grandpa is painful, but not being with him to say a final goodbye is agonizing. Unable to be here physically Hello, everybody. due to the current situation, Rents and Reddy, Papa's eldest son Sunil's and Suja's children, will be with us virtually to share their memories of their beloved grandfather. Hello, everybody. When I first heard that Papa passed away, I couldn't believe it. One of the thoughts that passed through my mind was that I won't be able to see Papa anymore. However, I was blessed and fortunate to make so many beautiful memories with Papa in India and in California. Whenever I used to get in trouble, Papa was always there to defend me. One of the coolest things about Papa was his humor. He always loved tricking me when I was a kid. Sometimes when we used to do high five, he used to shift his hand right away when I was giving him a high five. And he would say that I missed my shot. His small jokes were enough to make everyone laugh. That part of him is something that I won't forget. Papa was so outgoing that everyone in Kurupandra knew him. This one time when I went to a local shop in Kurupandra, the staff asked me every Tamasikanan. And I said, Kandarappalliil. And he asked, oh, ni Arnabola, Rosman Puchmola. And I said, I'm Rosman Puchmola. That moment, I realized how proud I was to be called Papa's Kochumon. When Papa came to visit us back in India, he used to bring us presents because he knew that it would make us happy. That was always his intention, to make us happy. I know that Papa is at a better place now. Papa will always live in our heart, and I pray that Papa will guide us through our lives. Thank you. Hi everyone. It saddens me to know that our beloved Papa is not with us anymore. He was a good, kind man who loved his family with all his heart. I don't know much about Papa's childhood and his upbringings,
but I have heard stories from my father that life wasn't easy for him, especially after his father died. As the oldest son, he had to step up and lead the family. Even though life was tough, he did his best to raise his 3 children and supported them no matter what. Everyone in Porbandar knew him, and when I say everyone, I mean everyone. You could take a walk with him through the streets of Porbandar and you would see at least 25 people calling him by the name Joe Serda. Last week, when I was talking to my dad about Papa's funeral, my dad said that the most impressive part about Papa's funeral is that all those people who knew and loved him from all around the world were not able to attend his funeral service. If we were not in this COVID-19 crisis, I truly believe that we would have had hundreds of people come for Papa's funeral. Papa knew everyone. Whoever he met, he would try being friends with them. He didn't care what race, religion, or background the person came from. Those things were not an issue for him when it comes to making friends. If there's anything that I've learned from Papa, it is that we should try being kind and friendly to everyone around us. We should make friends. We should make friends even if they're not part of our community, race, or religion. I don't think I'll ever have the amount of friends like Papa had in his lifetime. One other thing I'll never forget Papa for is him secretly asking for sweets after dinner. He wasn't supposed to eat any kind of sweets, but he knew his grandkids would always steal some from the kitchen and bring it to his room. As a kid, doing that entire routine every night with Papa felt like an adventure. Those are the memories that I'll never forget. I know Papa is in a better place right now, and he's looking down on his children, grandchildren, and great-grandchildren, proud, happy, and satisfied. He had a great life, and he will be missed every second of every day. Life will be different without him, but I know he's in our hearts and will be watching over us. May his soul rest in peace. Papa's love for soccer is well known in this community. Jeffrey, his grandson, has inherited that completely. To share his memories about his grandfather, I invite Jeffrey. Hello everyone, my name is Jeffrey Boyne-Bello, and I was fortunate to be one of Papa's grandchildren. I'm glad that we could gather today to celebrate his life. For those that don't know, Papa was also my godfather. And trust me, he never let me forget about it. Whenever he told me to do something, my initial reaction would be to complain and try to get out of it. However, he'd always have a snarky, quick response by jokingly saying, "Don't forget that I'm your godfather." As I look back on our relationship, I realized one thing. He was always there throughout my life. Which is not something all kids can say about their grandparents. As I progressed through the different stages of my life, Papa was always around. A constant, you could say. As a young kid, he would always walk with me, my sister and my brother, to a whole park. Till this day, I'm amazed how we could walk for miles without getting tired. I remember as we grew up, without a cell phone, Papa would go on his long walks. And as the sun set, our family would start to get worried. But each and every day, he would always return with a big smile on his face. Probably some gifts that he probably shouldn't have taken from somewhere, but he continues to share with us. Fast forward to my life now, Papa was still very much involved. He'd sit around and ask me how I was doing, how things were going, why I'm getting so skinny, who gave me this bad haircut.
but I always will cherish the memories I have with Papa. He was a very humorous man, who never took life too seriously. He provided those grandpa jokes that he was so good at saying, especially when my mom was angry with me. A large part of our relationship was centered in soccer. As a kid, we didn't have fancy sports channels. So me and Papa would turn on the Spanish TV channel, Telemundo, and watch soccer games in Spanish without a clue what the announcers were talking about. I would rest my legs on, make him massage me until he got tired. And when he got tired, he yelled at me and told him to keep going. Just a couple weeks ago, I remember it was a weekday. It was a Thursday, to be specific, I remember. This was while I was working from home. And I just, like usual, brushed up work to watch the soccer game with them. What turned into, watch a couple minutes with you, turned into the entire game. Next thing you know, 2 hours have flown by with him. He was also an avid fan of my family's sporting events. He would always come, stand on the sidelines when me and my family played in those soccer games. He would always be there, but he was an ordinary fan. When it came to soccer, he always had a strong opinion. I vividly remember at half times at these games, because he was a big part. Though I wasn't always too excited when he would come, because I always knew what he would say to me ahead of time. Without me even getting a chance to grab my water, I could see him walking swiftly towards me, his hands raised in the air. His hat, his same Yankees hat, was never fully on, never fully straight, always tilted to the side. And every time he'd say the same thing to me. And before he got there, I'd say the exact same thing. Oh damn, here we go again. He'd come, game after game, year after year. He'd look at me with a blank stare, combined with a look of shock, and say, oh, why do you keep passing the ball to these kids? Shoot yourself. His passion can never be questioned. I'm sure if it wasn't for his age, he would be right there in the field with us. He was someone that influenced my life greatly, and I will always remember the lessons I learned from him. But not only me, but impacted countless lives in a positive way. I've seen some kind words of many since his passing. His smile was contagious, and he always was able to put a smile on anyone he encountered. Though he is no longer with us, I'm sure he is watching over us from above with a great big smile on his face. As the first and eldest granddaughter, Anne had a special place in his heart. I invite Anne, his loving granddaughter. Good afternoon, everyone. It is my privilege to be able to celebrate Papa's life with you all today. Papa and I go way back, 29 years to be exact. I was lucky enough to be dealt a really good hand at birth of being born as Papa's first granddaughter. I was dealt an even luckier hand that Papa has always been a constant and prominent figure in my life. My childhood is filled with memories of having a close relationship with him and spending time at his house in India. As I have gotten older, I have come to appreciate the everyday moments I got to share with him living just 5 minutes away. The memories I cherish most of Papa are really the simple ones. Memories of us just hanging out at the house, us getting heated at the soccer field, and joking around at family hangouts with my brothers and the rest of the cousins. While Papa is my grandfather and obviously way older than me, I have always seen Papa as my friend.
I used to greet him saying, "Hey, Joes." Papa gave it off an aura of being so youthful and cool, and had a childlike wonder about him. His childlike wonder allowed us to easily connect with him. He had this undeniable positive energy about him, was such a genuine and loving person, and deeply cared about others. Witnessing how Papa lived his life has given me an example of how I should live my own life. I think I need to make a confession that Papa is definitely way cooler and way more stylish than me. He was always giving me fashion tips, particularly about what type of sunglasses I should wear and what frame fits my face shape the best. Last year, I finally invested in a real pair of Ray-Bans and was excited to show Papa, thinking he would be impressed with my purchase. Lo and behold, it didn't meet his standards. I tried to explain to him this is a real pair of Ray-Bans, but he still wasn't impressed. That was him though. High fashion standards, always well-dressed, and confident and ready to take on the world. There's a quote I often tell myself to comfort myself that I want to share with everyone today, but particularly Mama, my mom, and Kunyamo. The quote is as follows: "It's hard when you miss people, but you know if you miss them, that means you're lucky. It means you had someone special in your life, someone worth missing." I, along with everyone else in this room and watching online, are beyond fortunate to have had Papa in our lives. He has added so much joy, humor, and love to my life, and I have no doubt that he has added these same things to your lives too. I could not have asked God for a better grandfather, and I'm always grateful that I got to spend time with them well into my adult years. Knowing that I had Papa as well as Mama in my corner has given me the confidence to pursue my own goals and step outside my comfort zone. I'm also very grateful Papa enjoyed an amazingly full and well-lived life. He had a fantastic life partner in Mama, raised 3 wonderful children, got to experience the joys of being a well-loved grandfather and a great-grandfather. On top of that, he had meaningful relationships with countless loved ones, loved his neighborhood walks, and also his Krishi. Papa, although you're no longer with us, you leave me with such beautiful memories, and I will continue to honor your life. Thank you for giving me so much. I hope you're having a fantastic time up there in heaven, drenched in all the finest rings, watches, and sunglasses God has to offer. Wishing you eternal peace. I'll see you on the other side eventually. I love you. A first grandchild is always a precious gift to any grandfather. Papa's first grandchild, Joven Kandarappalliil, to share his memories. Hi, I'm Joven. I'm Papa's oldest grandchild. Papa was not just my Papa. Papa was everyone's Papa. You know, he was a cool upperchin that talked to everybody at church. Whether it was my friends, Eva's friends, Papa would be talking to everybody. You know, this not only extended in our community, but also extended within the neighborhood. You know, Papa had so many friends there and everybody knew Papa. Like everybody mentioned before, Papa had a taste for the finer things in life. Whether that meant watches, perfumes, or sunglasses. He had so many perfumes and watches. Papa even learned to use Amazon. Well, he didn't know what Amazon was, but he did know there was a way for him to buy things online and that they would be delivered at his doorstep. So he would ask his grandkids to help him buy things on Amazon. For us grandkids, this was our secret venture with Papa. We enjoyed it, as we had to keep it a secret from Mama. Most of us are not so lucky to have grandparents, but fortunately for me, I was able to have a grandpa for 32 years. I remember when I was in middle school, I saw an older checker with his grandpa, and they were laughing like friends, right? It was not a
like an upper-chin grandson relationship, but as one as friends. I told myself that day, as Papa and I get older, we're going to have that relationship. And as I became older, we definitely got closer. We would have a drink together at families' parties, we would watch soccer, and we would just hang out. I remember one time we were at Kunimbo's house just to have dinner there for a family gathering. And it's about time for prayer. Me and Papa are sitting in the back. Prayer started, and all of a sudden Papa whispers a joke into my ear, and I can't stop laughing. Next thing you know, Mama turns around and goes, "Shh, we're praying." But Papa wouldn't stop. He whispered another joke in my ear, and then all of a sudden now my mom is looking at me saying, "Joven, shh, we're praying." It got so bad that we were laughing so hard that Mom and Mama had to break us up. We were like two little boys sitting in the back of the school laughing. This was Papa's playful nature, and he carried it everywhere with him. Not only did this extend to me, but it also extended to my two little boys, Jace and Jake. As soon as Papa would see Jace and Jake, he would get on the floor and start rolling around with them. He loved his great-grandkids so much, and he always wanted me to bring them over to the house. Papa also enjoyed soccer. Papa would tell me, Ann, and Jeffrey when we were little kids about his playing days. I remember when we were 13, Papa told us about his memorable soccer career and his nickname. Maybe I have this wrong, but I swear that nickname he called himself was Kurum. We've never heard this term before, but Papa explained to me it meant hammer. To this day, I still don't know what it means, but all I remember is Ann, Jeffrey, and I would play soccer every day right before dinner in our family living room. And, we didn't want to be Ronaldo, we didn't want to be Beckham, but our nickname for each other, we would always go around saying, "I'm Kurum." Then Ann would say, "No, I'm Kurum." Then Jeffrey would say, "No, I'm Kurum." Papa was our hero, now and forever. Papa also enjoyed watching soccer, whether that was on TV or watching with his grandkids. Papa always cheered for us, even when our Farana was playing his team and his Farana. For Papa, family came first. And more importantly, his grandkids came first. I have so many cherished memories with you, Papa, that I will hold in my heart forever, that I will share with Jace and Jake as they get older. We miss you, we love you, and we will carry you in our hearts forever. Thank you. Papa's only son-in-law, Jackson, was always very close to him physically and emotionally. Papa should have found solace in trusting his daughter, Suja, with Jackson. May I invite Jackson to share his memories of his father-in-law. As we gather here today, our hearts are heavy with sadness. Papa was a very loving, thoughtful, respectful, and a special individual. It is my utmost privilege to have been a part of his 82 years of life as his son-in-law. It's a role I have cherished. Thank you, Papa, for permitting me to share a life with your daughter Suja 35 years ago. The great loving relationship between Kandarappalliil and Kandarappalliil family would not have happened without Papa. Papa was widely respected and adored by everyone, especially Suja and I, because of who he is and because of what he does. Papa was a very social person. He enjoyed coming to this church and spending time with his friends. He took pleasure in speaking with everyone and had a special charisma about him. He had a very unique ability to talk and make friendships with people of all different ages. He lived with complete sincerity
and integrity. Papa didn't hurt anybody with his words or actions, but instead spread joy around the world. He was a man that always spoke with good intentions. In all the years I have known him, I never heard him speak badly about someone or raise his voice, and he always spoke peacefully. Papa's cardiologist of 20 years said he was one of the best patients he took care. Throughout his life, Papa took advantage of everything life had to offer and lived fully. He enjoyed the sport of soccer very much and was especially good at it. He also loved his bicycle and scooter in India. I fondly look back on our memories of going to Las Vegas 2 times together as a family. It was his favorite place to visit and he enjoyed traveling there. I wish I could take him there one more time. He and I also used to go to store from morning to late evening. And when I came back, I asked him, Papa, are you tired? He said, Jackson, you killed Madhuri, Jackson never done that. Papa was very devoted to his family, compassionate, and taught us how to stand united as a family. Papa also was a devoted husband to Mama. Mama and Papa lived happily for 59 years. His children always listened to him because he was fair and reasonable, and he met his responsibilities to the best of his ability. I can sincerely that in 35 years, not even once I was happy with him, but rather I always enjoyed his presence. In 35 years, I wanted to do more for Papa, and I never got tired of doing anything what he asked me to do. Whenever I go to Anil Sanpati's home, if he's upstairs, he'll come down right away to meet me and will start talking with me. He was a devoted husband, father, grandpa, and great-grandpa. He enjoyed every moment of his family, especially the grandkids. He carried them around his shoulder, took them to the park, and played with them. He has 8 grandkids and 2 great-grandkids, and has a great bond between each of them. I feel sad that Papa isn't going to be able to see his great-grandkids, Jake and Jake, play soccer. Papa has given a lot of great memories to look back on. Whenever I think of Papa, I see him with a very good smile. Today we celebrate his grace, generosity, and gentleness. He is in the heart and mind of every person who is here. Although he is no longer with us, his legacy will continue. I will say, his life has not ended, but began in a different way. പപ്പായുടെ മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ മക്കളെയും മമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ദൈവത്തിൻ്റെ അടുത്തിരുന്ന് ഇപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. Losing a father unexpectedly is most distressing, especially
when he was with you and your family all through your adult life. The bonds that you develop, the camaraderie that you share are special. Anil was blessed to care for his father along with his wife Reddy until his demise, to share his fond memories and to give the eulogy. May I invite Anil Jose Kandarappalliil. ഞങ്ങളുടെ പ്രിയ പപ്പ കണ്ടാരപ്പള്ളിയിൽ കുരുവിള ജോസഫിൻ്റെയും കാരാപ്പള്ളിയിൽ കുടുംബാംഗം ഏലിയുടെയും പുത്രനായി 1938 ഏപ്രിൽ 29 കുറുപ്പന്തറയിൽ ജാതനായി. തൻ്റെ സഹോദരങ്ങളായ സിസ്റ്റർ ലിറ്റീഷ്യയുടെയും അനുജൻ മാത്തുക്കുട്ടിയുടെയും ഒപ്പം തൻ്റെ ബാല്യം പിന്നിട്ടു. തൻ്റെ മാതാപിതാക്കന്മാരോടുള്ള ബഹുമാനവും സഹോദരങ്ങളോടുള്ള സ്നേഹവും പപ്പ എക്കാലവും വെച്ചു പുലർത്തിയിരുന്നു. ഇവർ സഹോദരങ്ങളുടെ ഐക്യം ഞങ്ങൾ മക്കൾക്ക് എന്നും ഒരു മാതൃകയാണ്. ഞങ്ങളുടെ പപ്പ സ്നേഹസമ്പന്നനായ പിതാവും നല്ലൊരു ഭർത്താവും അതിലുപരി സ്വന്തം കുടുംബാംഗങ്ങളെയും അയൽവക്കക്കാരെയും നാട്ടുകാരെയും കരുതലോടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന വിശാല ഹൃദയനായ ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു. തൻ്റെ പ്രവൃത്തിയിലും വാക്കുകളിലും ഈ കരുതൽ പപ്പ കാത്തു സൂക്ഷിച്ചിരുന്നു. കുറുപ്പത്രയിൽ നിന്നും സാനോസയിൽ നിന്നും മറ്റു ബന്ധുമിത്രാദികളിൽ നിന്നുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ലഭിച്ച സ്നേഹവായ്പ ഇതിന് തെളിവാണ്. ഈ ഫോൺ വിളികളും കുശലാന്വേഷണങ്ങളും ഇല്ലാതായി എന്ന ദുഃഖം ബാക്കി വെച്ചിട്ടാണ് പപ്പ നമ്മളിൽ നിന്ന് വേർപിരിച്ചിരിക്കുന്നത്. പപ്പായ്ക്ക് പരിചയമില്ലാത്തവരായി കുറുപ്പന്തറയിൽ പ്രദേശത്ത് ആരും തന്നെ ഇല്ല എന്ന് പറയാം. പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരുമായി നല്ല സൗഹൃദം പപ്പ പുലർത്തിയിരുന്നു. നാട്ടിൽ പോകുമ്പോൾ സമീപ പ്രദേശങ്ങളിലെ മിക്കവാറും വീടുകളിലും പ്രത്യേകിച്ച് കുറുപ്പന്തറ കടവിലും മേമറിയിലും ഫ്രേക്കാട്ടിലും കക്കത്തുമലയിലും എല്ലാവരുമായി കുശലാന്വേഷണങ്ങൾ നടത്താൻ പപ്പ ശ്രമിച്ചിരുന്നു. അമ്മ പറയാറുണ്ട്, എയർപോർട്ടിൽ പോകാനുള്ള വണ്ടി വന്നതിന് ശേഷം മാത്രമേ പപ്പ വീട്ടിൽ വരികയുള്ളായിരുന്നു. പപ്പ നാട്ടിൽ പോയിട്ട് വന്നാൽ കുറുപ്പന്തറ കടവിലെയും കളപ്പുറത്തട്ടയിൽ അലക്സിന്റെ കടയിലും വിശേഷങ്ങളും കാറുകുളത്തെ മുക്കിലെ ജോർജ് കുട്ടിയും സിബിയുമായിട്ടുള്ള തമാശകളൊക്കെ പങ്കുവയ്ക്കുകയും അതെല്ലാം കേട്ടാൽ ഞങ്ങൾ നാട്ടിൽ പോയ ഒരു പ്രതീതിയായിരുന്നു. തൻ്റെ ചെറുപ്പം മുതലേ കണ്ടാരപ്പള്ളി കുടുംബത്തിലെ കാരണവന്മാരോടെല്ലാം ഒരു പ്രത്യേക അടുപ്പം പപ്പ വെച്ച് പുലർത്തിയിരുന്നു. അതുപോലെ തന്നെ പപ്പായുടെ പെങ്ങൾ സിസ്റ്റർ ലിറ്റീഷ്യയും അനിയൻ മാത്തുക്കുട്ടിയുമായിട്ടുള്ള സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ആന്റിയുടെ വേർപാടും അച്ചാച്ചൻ്റെ അസുഖവും പപ്പായെ അകറ്റിയിരുന്നു. അച്ചാച്ചൻ്റെ മക്കൾ കുഞ്ഞുമോൾ, കൊച്ചുമോൾ, മിനി, പ്രീതി എന്നിവരെ സ്വന്തം മക്കളെ പോലെ ഇടയ്ക്ക് വിളിച്ച് തമാശകളൊക്കെ പറഞ്ഞ് ഒരപ്പൻ്റെ സ്നേഹവായ്പോടെ സ്നേഹാന്വേഷണം നടത്താൻ പപ്പ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കണ്ടാരപ്പള്ളിയിലെ ഏറ്റവും മുതിർന്ന കാരണവരാരെയാണ് പപ്പ ഞങ്ങളെ വിട്ടുപോകുന്നത്. കുടുംബത്തിലെ മറ്റംഗങ്ങളെ എൻ്റെ അനുജൻ, ചേട്ടൻ അല്ലെങ്കിൽ പെങ്ങന്മാര് എന്നാണ് പപ്പ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി പപ്പായും അമ്മായും നാട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ ഏത് ആവശ്യത്തിനും ഓടി ചെല്ലുവാനും വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും കലേക്കുന്ന് അൽസറിലേറ്റായി ഒട്ടും മടി കാണിച്ചിരുന്നില്ല. അതുപോലെ മണ്ണാർക്കുണ്ടിൽ കുടുംബാംഗങ്ങളെയും പപ്പ സ്വന്തം സഹോദരങ്ങളെ പോലെയാണ് എല്ലാ കാലത്തും കണ്ടിരുന്നത്. ദൈവവിശ്വാസം മുറുകെ പിടിച്ചുള്ള ഒരു ജീവിതമായിരുന്നു പപ്പായുടേത്. അത് ഞങ്ങൾ മക്കളിലേക്കും കൊച്ചുമക്കളിലേക്കും പകർന്നു നൽകാൻ പപ്പായുടെയും അമ്മയുടെയും പ്രാർത്ഥനകൾ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾ മക്കളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും തൻ്റെ കഴിവിൻ്റെ പരമാവധി സാധിച്ചു തരാൻ പപ്പ ശ്രമിച്ചിരുന്നു. എൻ്റെയും ചേട്ടായുടെയും പെങ്ങളുടെയും മക്കൾക്ക് പപ്പായുടെയും അമ്മയുടെയും കൂടെ ജീവിക്കുവാനും അവരുടെ വാത്സല്യം അനുഭവിക്കുവാനുമുള്ള ഭാഗ്യം ലഭിച്ചു. അതിലുപരി
പപ്പായ്ക്ക് തൻ്റെ ആദ്യത്തെ കൊച്ചുമകൻ ജോവിൻ്റെ മക്കളെ ലാളിക്കുവാനുള്ള സൗഭാഗ്യവും ഉണ്ടായി. തങ്ങളുടെ 59 വർഷത്തെ വിവാഹ ജീവിതം പൂർത്തിയാക്കിയിട്ടാണ് പപ്പ നമ്മെ വിട്ടുപിരിയുന്നത്. മമ്മയുടെ എല്ലാ കാര്യങ്ങളിലും പപ്പ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിരുന്നു. 1961 മെയ് 15 മുതൽ അവർ പരസ്പരം താങ്ങും തണലുമായി 59 വർഷക്കാലം തങ്ങളുടെ മക്കൾക്കൊരു നല്ല മാതൃകയായി ജീവിച്ചു. വ്യക്തിപരമായി 3 മക്കളിൽ ഇളയതായതുകൊണ്ട് ചെറുപ്പത്തിൽ പപ്പായുടെ എല്ലാ ലാളനയും സ്വാതന്ത്ര്യവും ലഭിച്ചു വളരുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അത് പിന്നീട് തമ്മിൽ എന്തും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിലേക്കും സൗഹൃദത്തിലേക്കും വളർന്നു. എൻ്റെ സ്വഭാവശക്തി കൊണ്ടല്ല, പപ്പായുടെ ശാന്തശീലത കൊണ്ടും വാത്സല്യം കൊണ്ടും പപ്പായുടെ കയ്യിൽ നിന്ന് ഒരടി പോലും ഇതുവരെ കൊള്ളേണ്ടി വന്നിട്ടില്ല എനിക്ക്. തൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ പിതാവിനെ നഷ്ടപ്പെടുകയും അതിനെ തുടർന്ന് തനിക്ക് സ്പോർട്സ് കോട്ടയിൽ സീമസ് കോളേജിൽ തനിക്ക് കിട്ടിയ അഡ്മിഷൻ ഉപേക്ഷിച്ച് ബിസിനസ് ഏറ്റെടുക്കേണ്ടതായി വന്നെങ്കിലും സോക്കറിനോടും മറ്റ് സ്പോർട്സിനോടുമുള്ള പപ്പയുടെ കമ്പത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. മുമ്പ് ജോബ് പറഞ്ഞതുപോലെ അക്കാലത്ത് കൂടമെന്ന അപരനാമത്തിൽ ഫുട്ബോൾ മത്സരങ്ങളിലെ നിറസാന്നിധ്യമായിരുന്നു പപ്പ. കൊച്ചുമക്കൾ ഈ പേര് വിളിച്ച് കളിയാക്കുന്നത് പപ്പ വളരെയേറെ ആസ്വദിച്ചിരുന്നു. പപ്പയുടെ ഒരു ഉദാഹരണം, മോനായി ചേട്ടായി വീട്ടിൽ നിന്ന് മുങ്ങി കൂട്ടുകാരോടൊപ്പം പാലായിൽ ഓൾ ഇന്ത്യ വോളിബോൾ ടൂർണമെന്റ് കാണാൻ ചെന്നപ്പോൾ എതിർ ഗാലറിയിൽ വൈക്കത്തിന് പോകാനായി വീട്ടിൽ നിന്ന് പോയ പപ്പായെ കാണാം. ചേട്ടായി പിന്നെ അവിടുന്ന് പപ്പ കാണാതെ മുങ്ങി രക്ഷപ്പെട്ടത് ചരിത്രം. പപ്പായുടെ സോക്കർ താല്പര്യം കൊച്ചുമോക്ക് എല്ലാം അറിയാം. നല്ല സോക്കർ കളികൾ ടിവിയിൽ വരുമ്പോൾ പപ്പായുടെ കൊച്ചുമകൻ ജെഫ്രി പപ്പായെ വിളിച്ചു പറയുകയും അവർ ഒരുമിച്ചിരുന്ന് കളി കാണാറുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ പോലും പപ്പായ്ക്ക് അത് ആസ്വദിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു. വർഷങ്ങളോളം റേഷൻ വ്യാപാര രംഗത്ത് പപ്പ പ്രവർത്തിച്ചു വന്നിരുന്നു. വ്യത്യസ്തനായ ഒരു റേഷൻ വ്യാപാരിയായിരുന്നു ഞങ്ങളുടെ പപ്പ. തൻ്റെ കടയിൽ മുൻപിൽ വരുന്നവരോട് അനുകമ്പയോടെ അവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് പെരുമാറുന്ന ഒരു നല്ല മനസ്സിന് ഉടമയായിരുന്നു. അന്ന് പപ്പ ചെയ്തു കൊടുത്ത നന്മകൾ പല നാട്ടുകാരും പിന്നീട് നന്ദിയോടെ സ്മരിച്ചിട്ടുണ്ട്. ഞങ്ങൾ മക്കൾ 3 പേരും കാണിക്കുന്നതിലും കരുതലും സ്നേഹവും പപ്പായോടും അമ്മായോടും കാണിക്കുകയും സ്വന്തം മാതാപിതാക്കളെ എന്ന പോലെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്തു പോന്നിരുന്ന അളിയനോടും സുചേച്ചിയോടും പൃഥ്വിയോടും നന്ദിയുടെ ഒരു വാക്ക്. പ്രത്യേകിച്ച് ഒരു മൂത്ത മകന്റെ സ്ഥാനത്ത് നിന്ന് ഈ ദിവസങ്ങളിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത അളിയന് നന്ദി. നമ്മുടെ ദേവാലയത്തിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി പപ്പായ്ക്ക് നല്ലൊരു യാത്രയൊക്കെ നൽകാൻ സഹായിച്ച സജീവനും നന്ദി. ഒത്തിരിയേറെ നല്ല ഓർമ്മകൾ മമ്മായിക്കും ഞങ്ങൾ മക്കൾക്കും പപ്പായുടെ കൊച്ചുമക്കൾക്കും നൽകിയിട്ടാണ് പപ്പ ഇന്ന് നമ്മളിൽ നിന്ന് വേർപിരിയുന്നത്. പപ്പ ഉണ്ടാക്കി കൊടുത്ത നാരങ്ങ വെള്ളം കൊച്ചുമകൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. പപ്പായും അത് കുട്ടികളെ പോലെ ആസ്വദിച്ചിരുന്നു. അവസാനമായി ഹോസ്പിറ്റലിൽ പോകുന്നതിന് തൊട്ട് മുമ്പായി തൻ്റെ കൊച്ചുമക്കൾ ഉണ്ടാക്കിയ നാരങ്ങ വെള്ളം ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കുവാനും പപ്പായ്ക്ക് സാധിച്ചു. ഞങ്ങളുടെ പപ്പ നല്ലൊരു ജീവിതം പൂർത്തിയാക്കി. എല്ലാവർക്കും കരുതലും സ്നേഹവും വാരിക്കോരി നൽകി. എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരും സ്നേഹിക്കപ്പെട്ട് തൻ്റെ സ്വഭാവം പോലെ തന്നെ ശാന്തമായ മരണവും കൈവരിച്ച് നിത്യജീവൻ പ്രാപിച്ചിരിക്കുന്നു. ഈ ജീവിതത്തിൽ ഇതിനെല്ലാം യോഗ്യത നൽകി ഞങ്ങളുടെ പപ്പായെ അനുഗ്രഹിച്ച സർവേശ്വരന് നന്ദി.